നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കാതെ മെഡിക്കൽ കോളേജിന് നൽകാൻ തീരുമാനിച്ചത് പാർട്ടി അടിച്ചേൽപ്പിച്ചതാണെന്ന് മകൾ. ആശാ ലോറൻസിന്റെ പരാതി പരിഗണിച്ച ഹൈക്കോടതി മോർച്ചറിയിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകിയതോടെ മൃതദേഹത്തിന് മുന്നിൽ പിടിയും വലിയും. CPM സഖാക്കളുടെ മുദ്രാവാക്യവും മകളുടെയും പേരക്കുട്ടിയുടെയും ചെറുത്തുനിൽപ്പും. പാർട്ടിക്കാരനായ മകനോട് മാത്രം ചോദിച്ച് പാർട്ടിയെടുത്ത തീരുമാനമെന്നാണ് മകളുടെ പരാതി. മത്തായി ചാക്കോയുടെ അന്ത്യകൂദാശയിൽ കൈപൊള്ളിയ പാർട്ടി കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഒഴിയുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. അവിശ്വാസം അടിച്ചേൽപ്പിച്ചു. പ്രൈം ഡിബേറ്റിൽ MM ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായി ശ്രീ ജോമോൻ ആരക്കുഴ, അദ്ദേഹം മർത്തോമ നസ്രാണി സംഘത്തിന്റെ പ്രതിനിധിയാണ്. CPM സഹയാത്രികൻ ഡോക്ടർ B ജയരാജ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഡോക്ടർ B ജയരാജ്, ഇക്കാര്യത്തിൽ ആശാ ലോറൻസ്, MM ലോറൻസിന്റെ മകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് പാർട്ടിക്കാരനായ തന്റെ സഹോദരന്റെ അഭിപ്രായം കേട്ട ശേഷം പാർട്ടി എടുത്ത ഒരു തീരുമാനം എന്നാണ്. അതിൽ ആശാ ലോറൻസ് പറയുന്ന ഒരു കാര്യം, പാർട്ടിക്കാരനായ സഹോദരന് പാർട്ടിയിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ ആവശ്യമുണ്ട് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ലൈഫിൽ. ഇതിനുവേണ്ടി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് ശ്രീ MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുവാനുള്ള തീരുമാനം ആണ് പാർട്ടിയെ കൊണ്ടെടുപ്പിച്ചത് എന്നാണ്. അങ്ങനെ പറയുവാനായിട്ട് അവർക്കും അതിൻ്റെതായ കാരണം ഉണ്ടല്ലോ. ഇപ്പോൾ MM ലോറൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ കൂടി പള്ളിയോട് അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ആശാ ലോറൻസ് പറയുകയാണ് തങ്ങളുടെ എല്ലാം വിവാഹം നടന്നത് പള്ളികളിൽ തന്നെയാണ്. അതുപോലെ തന്നെ മാമോദീസ ചടങ്ങുകൾ ഉണ്ടായിരുന്നു, അതിലൊക്കെ പങ്കെടുത്തു. പേരക്കുട്ടികളുടെ മാമോദീസ ചടങ്ങുകൾ ഉണ്ടായിരുന്നു, അതിലൊക്കെ ശ്രീ ലോറൻസ് പങ്കെടുത്തിരുന്നു എന്ന്. അപ്പോൾ പള്ളിയോട് അദ്ദേഹത്തിന് എതിർപ്പില്ല. പക്ഷേ ഇവിടെ പാർട്ടിക്ക് നേരെയാണ് ആരോപണം ഉന്നയിക്കുന്നത് MM ലോറൻസിന്റെ മകൾ. പാർട്ടി ചതിച്ചതാണെന്നാണ് അവർ ആരോപിക്കുന്നത്. ജയരാജ് കേട്ടില്ലേ? മഞ്ജുഷേ, ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേട്ടു. ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തികച്ചും വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മക്കൾ തമ്മിലുള്ള വിഷയവും ഇതിനകത്ത് പാർട്ടിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പാർട്ടിക്ക് ഇതിനകത്ത് വാശിയില്ല. ഇപ്പം ഇങ്ങനെ മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണമെന്നോ അല്ലെങ്കിൽ പള്ളിയിൽ അടക്കണമെന്നോ പ്രത്യേകിച്ച് വാശിയൊന്നുമില്ല. അത് അവർ തീരുമാനിക്കേണ്ടുന്ന കാര്യമാണ്. അത് അവർ തമ്മിലൊരു കോംപ്രമൈസിലെത്തിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നതായിരിക്കും ഉചിതം. ഇപ്പം ഇത് തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇത്തരത്തിലുള്ള വിവാദം. ശരിക്കും ഇത്തരത്തിലുള്ള ഇത്രയും ഉന്നതനായൊരു സഖാവിന്റെ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്രിമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം ഉയർന്നു വരുന്നത് തന്നെ തികച്ചും ദൗർഭാഗ്യകരമാണ്. അതിപ്പം പാർട്ടിക്കാർ എല്ലാവരും അങ്ങനെ ഡെഡ് ബോഡിയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല, കടാവറൊന്നും വിട്ടുകൊടുത്തിട്ടില്ല. MC ജോസഫൈൻ കേരളത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ അടുത്ത് മരിച്ച സീതാറാം യെച്ചൂരി ഡെഡ് ബോഡി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യങ്ങളും കുടുംബാംഗങ്ങളുടെ എല്ലാം കൂടെ അഭിപ്രായ സമന്വയത്തോടുകൂടി എടുക്കുന്ന തീരുമാനമാണ്. ഇത് കുടുംബാംഗങ്ങൾ രണ്ട് തട്ടിൽ നിൽക്കുകയും അതിനകത്ത് തർക്കം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതി അതിനകത്ത് ഇടപെടും. എന്നിട്ട് കോടതി അതിന് അനുകൂലമായൊരു വിധി ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് എനിക്കത് പ്രത്യക്ഷത്തിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ടുന്നത് ഇതല്ല. MM ലോറൻസ് എന്ന് പറഞ്ഞ സഖാവ് കേരള രാഷ്ട്രീയത്തിന്, കേരള സമൂഹത്തിന് നൽകിയ സംഭാവന എന്താണ് എന്നുള്ളതാണ്. MM ലോറൻസ് അനുസരിച്ച ത്യാഗപൂർണമായ ജീവിതത്തിനെ കുറിച്ചാണ് നമ്മൾ അനുസ്മരിക്കേണ്ടത്. നമ്മൾ അറിയേണ്ടുന്നത് ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിനെ കുറിച്ചാണ്. നമ്മൾ അറിയേണ്ടുന്നത് രാമവർമ്മ തമ്പുരാനും മാത്യുവിനും MM ലോറൻസിനെയും അല്പവസ്ത്രധാരികളായിട്ട് പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി കാളക്കയറ് കൊണ്ട് കെട്ടി മർദ്ദിച്ച് അവശനാക്കിയ ആ ചരിത്രം എല്ലാ ചരിത്ര വിദ്യാർത്ഥികളെ, എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെ ഒരേപോലെ കോൾമേർക്ക് കൊള്ളിപ്പിക്കുന്ന ചരിത്രമാണ്. അദ്ദേഹം തോട്ടിത്തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും തൊഴിലാളികൾക്ക് പ്രസ്ഥാനത്തിന്റെ പരമോന്നതമായ പദത്തിൽ എത്തുകയും ചെയ്തതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അദ്ദേഹം കേരള സമൂഹത്തിന് നൽകിയ മാതൃക, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അദ്ദേഹം കേരള സമൂഹത്തിന് എന്തായിരുന്നു MM ലോറൻസ്? എന്നെ സംബന്ധിച്ചിടത്തോളം MM ലോറൻസ് എന്ന് പറയുന്നത് ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു. ഒരു അണുവിട പോലും പാർട്ടിക്കെതിരെ പ്രവർത്തിക്കാത്ത, പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് പാർട്ടി കേഡറായിരുന്ന അങ്ങേയറ്റം, അതായത് പലതവണ തരം താഴ്ത്തപ്പെട്ടപ്പോഴും അങ്ങേയറ്റം
അങ്ങേയറ്റം ഒരു അച്ചടക്കമുള്ള ഒരു സഖാവിനെ പോലെ ശരിയാണ്. താഴെ എം എൻ വന്നിരുന്ന് പ്രസംഗം ലോറൻസിന്റെ കേൾക്കുന്ന ത്യാഗോജ്വലമായ ഒരു ജീവിതം, സഖാവായിരുന്നു അതേക്കുറിച്ച് ഒരു എം എൻ ലോറൻസ്. സംശയവുമില്ല. ഞാനായിട്ട് മാത്രമല്ല വ്യക്തിപരമായിട്ട് അദ്ദേഹം ഈ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അതിന്റെ അതേ അന്തസ്സത്ത് തന്നെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിയ ആളുമാണ്, അതിലൊരു തർക്കവുമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു യാത്രാമൊഴി നൽകുന്ന വേളയിൽ ഇങ്ങനെയൊരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായതിൽ അത് പാർട്ടിയും അറിഞ്ഞോ അറിയാതെയോ അതിലൊരു ഭാഗഭാക്കായി മാറുന്നതല്ലേ എന്ന് കണ്ടത്? പാർട്ടിക്കാരാണ് അതിശക്തമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എം എം ലോറൻസിന്റെ മകളെ തടഞ്ഞത്. മകളല്ലേ അത്? അതിൽ സംശയമില്ലാത്ത കാര്യമാണല്ലോ. അപ്പോൾ ആ മകളാണെന്നുള്ള ഒരു ധാരണ പോലും ഇല്ലാതെയാണ് CPM-ന്റെ പ്രവർത്തകർ അവിടെ മുദ്രാവാക്യം മുഴക്കിയത്, സഖാവിന്റെ മൃതദേഹത്തിന് ചുറ്റും നിന്നുകൊണ്ട്. അവർ പറയുന്നതിലും കാര്യമില്ലേ? അവരുടെ ഭാഗവും അവിടെ കേൾക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. അപ്പോൾ അവരുടെ ഭാഗം കേൾക്കാതെയാണ് പാർട്ടി ഒരു തീരുമാനമെടുത്തത്. ഡോക്ടർ ബി ജയരാജ്, അതാണ് അവർ പറയുന്നത്, പാർട്ടിക്കാരനായ മകനെ മാത്രം കേട്ടുകൊണ്ട് ഒരു തീരുമാനം എടുത്തു എന്ന്. ഇത് കോടതിയിൽ പോകാനൊന്നും അവർ ആദ്യം തീരുമാനിച്ചിരുന്നൊന്നും അല്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ച് ഇതിൽ ഏകപക്ഷീയമായ ഒരു രീതിയിലേക്ക് പോകുന്നത് കണ്ടപ്പോഴാണ് അവർ കോടതിയെ സമീപിച്ചത്. ഇന്നലെ ഒരു ചർച്ചയിൽ നിന്ന് ഞാനും ആശ ലോറൻസുമായിട്ട് അവർ അത്ര വികാര വിക്ഷോഭത്തിൽ സംസാരിക്കുന്ന കാരണം ഞാൻ ഇടയ്ക്ക് വെച്ച് ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അങ്ങനെ ഒരു സംഭവം കൂടി ഇന്നലെ ഉണ്ടായി. ജനൻ TV-യിൽ ഒരു ഡിബേറ്റിലായിരുന്നു അത്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വൈകാരികമായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ പറയുന്ന ഓരോ കമന്റും അത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് വായിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുന്നത്. ഇന്ന് തന്നെ ഞാൻ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമാണ് വാക്കുകൾ തന്നെ ഉപയോഗിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ, വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, വളരെ സട്ടിലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ എങ്ങനെ ആളുകൾ പ്രതികരിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അച്ഛനാണ് മരിച്ചു കിടക്കുന്നത്, ഓരോ മക്കൾക്കും അതിൻ്റെതായ അവകാശമുണ്ട്, അതിനെ ഒന്നും ആർക്കും തടയിടാനൊന്നും ആവില്ല. ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഏതറ്റം വരെയും പോകും, എന്നെ അവിടെ ആളുകൾ പിടിച്ചു മാറ്റും, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും, ഞാൻ ഹൈക്കോടതിയിലോ എവിടെ വേണമെങ്കിലും പോകുന്നൊക്കെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തേക്ക് ആകുമ്പോഴത്തേക്കും എല്ലാവരുമായിട്ട് സംസാരിച്ച് ഒരു കോംപ്രമൈസ് എത്തും, ഒരു ധാരണ ഉണ്ടാവുന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ ഇന്ന് ആ ധാരണയെല്ലാം കൈവിട്ടു പോവുകയും അത് വീണ്ടും തർക്കങ്ങളിലേക്കും വിവാദങ്ങളിലേക്കൊക്കെ കടന്നു പോവുകയും ചെയ്തു. തികച്ചും ദൗർഭാഗ്യകരമാണ് ഇത്തരം ഒരു സന്ദർഭം. ഇതിന് ആര് ഇൻവോൾവ് ആയിരുന്നാലും ശരി തന്നെ, അത് മക്കളായാലും ശരി പാർട്ടിയാണെങ്കിലും ശരി, ഇങ്ങനെ ഒരു മൃതദേഹത്തോട് കാണിക്കാവുന്ന പരമാവധി അനാദരവാണ് കാണിച്ചിരിക്കുന്നത്. അതിനെ എന്തായാലും അതൊന്നും കണ്ടു നിൽക്കാനുള്ളൊരു ശേഷി എന്നെ പോലുള്ള ഒരു സാധാരണ പാർട്ടി സഹാക്കൾക്കൊന്നും ഇല്ല. അത് വളരെ വിഷമം ഉണ്ടാക്കുന്ന അങ്ങേയറ്റം. കാരണം ഇവരുടെയൊക്കെ ത്യാഗപൂർണമായ ജീവിതം കണ്ട് അല്ലെങ്കിൽ മോഡലാക്കി അത് കണ്ട് ആവേശം ഉൾക്കൊണ്ട ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന, എന്നെ ഒരുപാട് സന്ദർഭങ്ങളിൽ സഹായിച്ചിട്ടുള്ള, എൻ്റെ പ്രദേശത്തെ ആളുകളുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളായിരുന്നു എം എം ലോറൻസ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അക്ഷോഭ്യനായി നിന്നിട്ട് ഒരുപാട് സന്നിഗ്ധ ഘട്ടങ്ങളിൽ കൂടെ നിന്ന ഒരു സഖാവാണ് എം എം ലോറൻസ്. അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് നടപടിയെടുക്കുമ്പോൾ ഓരോ സമയത്തും ഞാൻ പോയി കണ്ടിരുന്നു. അന്നേരം എല്ലാം പാർട്ടിക്കെതിരെ ഒരു അക്ഷരം പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഒരു അക്ഷരം പോലും വിട്ടു പറഞ്ഞിട്ടുമില്ല. അപ്പോഴൊക്കെ നമ്മൾ വികാരഭരിതനായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലും ലോറൻസ് സാഹു പറഞ്ഞത് പാർട്ടിയാണ് എല്ലാം എന്ന് പറഞ്ഞിരുന്നൊരു സഖാവാണ്. അങ്ങനെ ഒരു അച്ചടക്കമുള്ള ഒരു സഖാവിനെ കുറിച്ച്, സഖാവിന്റെ ദീപ്ത സ്മരണകൾ അനുസ്മരിക്കുന്ന ഒരു വേളയിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അത് റെഡ് വോളണ്ടിയേഴ്സ് ആരെങ്കിലും ശരി, ഇവർ തമ്മിലുള്ള കുടുംബത്തിനകത്തുള്ള ക്ലാഷ് ആണെങ്കിലും ശരി, ഇതൊന്നും പുറത്ത് പൊതുസമൂഹത്തിൽ സ്പിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇത് ശ്രീജിത് പണിക്കർ, ഇതിൽ പാർട്ടി എടുത്തിരിക്കുന്ന ഒരു നിലപാട്, അത് പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഇതൊരു കുടുംബ പ്രശ്നം എന്ന രീതിയിലാണ് പാർട്ടി കാണുന്നത്. അതൊരു സേഫായിട്ട് തന്നെ പാർട്ടി എടുത്തിരിക്കുന്ന ഒരു നിലപാടാണല്ലോ. പക്ഷേ ഇവിടെ മൃതദേഹം ആശുപത്രിക്ക് വിട്ടുകൊടുക്കാമെന്നും അത് പഠന ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാമെന്നുമുള്ള അന്തിമ തീരുമാനമെടുത്തിരിക്കുന്ന പാർട്ടിയാണ്. അത് കുടുംബാംഗങ്ങളോട് ആലോചിച്ചാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ചു എന്ന് പറയുന്ന കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു എതിർപ്പ് ഉടൻ തന്നെ വരുന്നത്. അത് പക്ഷേ പാർട്ടി കണ്ടില്ലെന്ന് നടിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഇന്ന് ഇത്തരത്തിലുള്ള നമുക്ക് ആർക്കും യോജിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ടൗൺ ഹാളിൽ നടന്നത് എറണാകുളത്ത്? ശ്രീ മഞ്ജുഷ്, ഈ കാര്യത്തിൽ പാർട്ടിക്ക് പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തം ഇല്ല എന്ന രീതിയിലത്തേക്ക് കൈകഴുകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ താഴെ തട്ടിലുള്ള പ്രവർത്തകനാണെങ്കിലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് പാർട്ടിയുടെ ചിട്ടകൾക്കനുസരിച്ച് തന്നെയാണ് അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും നടത്തുക.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി മുന്നൊരുക്കങ്ങൾ, അതിപ്പോൾ റെഡ് വോളണ്ടിയേഴ്സിനെ ഉപയോഗിച്ചിട്ടാണെങ്കിലും അവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചൊക്കെ ആണെങ്കിലും സഖാവ് ലോറൻസിൻ്റെ കാര്യത്തിൽ നമ്മളവിടെ കണ്ടതാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു അന്തിമ കർമ്മങ്ങൾ നടത്തുന്നത്, ഏത് രീതിയിലാണ്, മൃതശരീരം മറവ് ചെയ്യുന്നുണ്ടോ അതോ അത് കൈമാറ്റം ചെയ്യുകയാണോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി കൂടിയാലോചന നടത്തിയതിന് ശേഷം ആ ഒരു കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കുകയായിരുന്നു പാർട്ടി ഇവിടെ ചെയ്യേണ്ടത്. കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ 4 മക്കളിൽ 3 പേർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരെല്ലാവരും തന്നെ പ്രായപൂർത്തിയായ മുതിർന്ന ആൾക്കാരാണ്. അവരോട് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കാമായിരുന്നു പാർട്ടിക്ക്. അങ്ങനെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ചോദിച്ചതിന് ശേഷം അതിൽ ഒരു ഐക്യരൂപമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മൃതദേഹം പഠനത്തിന് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ കോളേജിന് കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്യാമായിരുന്നു. നേരെ മറിച്ച് ഇക്കാര്യത്തിൽ അവരെല്ലാവരോടും കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ? ശ്രീമതി ആശാ ലോറൻസിന്റെ അഭിപ്രായം നേരത്തെയും ഇത് തന്നെയായിരുന്നു. അപ്പോൾ അത് അവർ പരസ്യമായി പ്രകടിപ്പിച്ചതിന് ശേഷവും അക്കാര്യത്തിൽ CPM അവരോട് ബന്ധപ്പെട്ടിട്ടുണ്ടോ, അവരുടെ അഭിപ്രായത്തിന് വിലമതിച്ചിട്ടുണ്ടോ, ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ ചടങ്ങുകളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുകയും മൃതശരീരം മറവ് ചെയ്യണോ അതോ പഠനത്തിന് വേണ്ടി കൊടുക്കണോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് മക്കളെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ഇപ്പൊ നമുക്കറിയാവുന്നതുപോലെ ഇല്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ശ്രീമതി ആശാ ലോറൻസ് പറയുന്നത് അവരുടെ അഭിപ്രായം കേട്ടിട്ടില്ല എന്നാണ്. പക്ഷേ അതിന് പാർട്ടി പറയുന്ന വിശദീകരണം എന്ന് പറയുമ്പോൾ അത് ആശാ ലോറൻസിന്റെ സഹോദരനായിട്ടുള്ള എം എൽ സജീവൻ പറയുന്ന ഒരു വിശദീകരണം കൂടിയാണല്ലോ. അദ്ദേഹം പറയുന്നത് അവിടെ ഈ BJPയുടെയും RSSന്റെയും ചില രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചത്. അതായത് മൃതദേഹം പള്ളിയിൽ അടക്കം ചെയ്യേണ്ടതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ഉന്നയിക്കപ്പെട്ടത് തന്നെ ആശാ ലോറൻസ് വഴിയാണെങ്കിൽ കൂടിയും അതിന് പിന്നിൽ രാഷ്ട്രീയമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ്. പാർട്ടി ഔദ്യോഗികമായിട്ട് ഇത് കൂടുതൽ വ്യക്തതയോടെ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും വരികൾക്കിടയിലൂടെ അങ്ങനെ തന്നെയാണ് പാർട്ടിയും ഉദ്ദേശിക്കുന്നത്. അല്ല, അതൊരു തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ്. കാരണം അവിടെ രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മരണമുണ്ടായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഏത് രീതിയിൽ മറവ് ചെയ്യണം അല്ലെങ്കിൽ പിന്നീട് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ആഗ്രഹം എന്താണോ അതിനാണ് പ്രാഥമികമായിട്ടുള്ള പരിഗണന ഉണ്ടാകേണ്ടത്. അപ്പോൾ ഈ വിഷയത്തിൽ സഖാവ് ലോറൻസ് എവിടെയെങ്കിലും പരസ്യമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടോ, അദ്ദേഹം ഇത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ, അദ്ദേഹം മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രസക്തമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മക്കളിൽ ആരെങ്കിലും 1-2 പേർ വന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ആ 2 പേർ മാത്രം എടുക്കുന്ന ഒരു തീരുമാനത്തിനോടൊപ്പം നിലയുറപ്പിക്കുക എന്നും അതിനെ എതിർക്കുന്ന എല്ലാവരും രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് എതിർക്കുക എന്നും പറയുന്നത് തെറ്റാണ്. കാരണം സഖാവ് ലോറൻസിന് രാഷ്ട്രീയമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ മകന് രാഷ്ട്രീയമുണ്ട്. സഖാവ് ലോറൻസിന്റെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്ന പാർട്ടിക്കും ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയുള്ള ഒരു മകനോ മകളോ ഉണ്ട് എങ്കിൽ അതിന്റെ പേരിൽ അവർക്ക് അവരുടെ അച്ഛനുമായി ബന്ധപ്പെട്ട വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നത്തിനെ ആ രീതിയിലത്തേക്കൊക്കെ തന്നെ അത് കുറച്ച് കാണുന്നതിന് വേണ്ടിയിട്ട് കുടുംബാംഗങ്ങളോ പാർട്ടിയോ ശ്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതിൽ എന്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം? നിയമപ്രകാരം നോക്കിയാൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ ആഗ്രഹം എന്തായിരുന്നോ അതിനനുസരിച്ച് അന്ത്യകർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ അതിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ട് എങ്കിൽ നമ്മളെല്ലാവരും തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ചർച്ച ചെയ്തിരിക്കുന്ന കേരള അനാട്ടമി ആക്ട് എന്താണോ അതിൽ പറയുന്നത് പ്രകാരമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഡിസ്പ്യൂട്ട് അവിടെ ഉണ്ടാകുന്നു. ആ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ തന്നെ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ശ്രീമതി ആശാ ലോറൻസ് അവിടേക്ക് എത്തുന്ന സമയത്ത് വേണമെങ്കിൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ തന്നെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നുകൊണ്ട് അവരുടേത് അമിത അല്ലെങ്കിൽ അധിക വികാര പ്രകടനമായിരുന്നു എന്ന് വേണമെങ്കിൽ വിമർശിക്കാം. പക്ഷേ ഇത് അവരുടെ അച്ഛനാണ്. അവരുടെ അച്ഛന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഒരു ഫ്യൂണറലാണ് വേണ്ടത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു വ്യൂ ആ മകൾക്കുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. നേരത്തെ ശ്രീ ജയരാജ് പറഞ്ഞതുപോലെ വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ മൊത്തത്തിലുള്ള ശരിതെറ്റുകളാണോ എന്നൊന്നും തന്നെ നമ്മൾ ആരും തന്നെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ, അത് ബന്ധുക്കളായിക്കോട്ടെ പാർട്ടിക്കാരായിക്കോട്ടെ, ഇവരൊക്കെ ഏത് രീതിയിലാണ് സംയമനം കാണിക്കേണ്ടിയിരുന്നത്, ഏത് രീതിയിലാണ് പെരുമാറേണ്ടിയിരുന്നത് എന്നുള്ളത് പ്രസക്തമാണ്. നമ്മൾ ഒന്ന് ആലോചിക്കണം. വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നം, അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല. ഒപ്പം നിങ്ങൾ ഏറ്റവും ഈ പറയുന്നത് പോലെ പാർട്ടിയുടെ ഏറ്റവും വിധേയനായി പ്രവർത്തിച്ചു എന്ന് അല്പം മുമ്പ് ശ്രീ ജയരാജ് പറഞ്ഞതുപോലെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തിമ കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണമായിരുന്നോ?
ഈ മകളുടെ മകനെ അവിടെ കയ്യേറ്റം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ ഒരാളിൻ്റെ മരണത്തിലും ഒരു കുടുംബത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ അവരുടേതായിട്ടുള്ള ഒരു വൈകാരിക പ്രകടനം ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഒരു രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടിയിട്ടോ ഒരു സ്കോർ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതിൽ RSS BJP തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് അപക്വമായിട്ടുള്ള കാര്യമാണ്, അധമമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് എന്താണ്? ഇപ്പോൾ കോടതി വളരെ കൃത്യമായ രീതിയിലത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ആ ഭൗതിക ശരീരം കേടുകൂടാതെ സംരക്ഷിക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രയർ പ്രാഥമികമായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കോടതി തന്നെ പറയുന്നുണ്ട്, ഇത് പഠനത്തിന് വേണ്ടിയിട്ടുള്ള കൈമാറ്റം എന്ന രീതിയിലത്തേക്ക് കരുതേണ്ട, പഠനത്തിന് വേണ്ടിയിട്ട് തൽക്കാലം വിടുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആക്ടിനനുസരിച്ച് അതിൽ ഒരു അതോറിറ്റി ആയിട്ടുള്ള ഒരു ഓതറൈസിംഗ് ഓഫീസർ ഉണ്ട്. ആ ഓഫീസർ തീരുമാനിക്കട്ടെ. അപ്പോൾ ആ ഓഫീസർ ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് ശരിക്കും പഠനത്തിനായിട്ടല്ല നൽകിയിരിക്കുന്നത്, പകരം അത് മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പക്ഷേ ടൗൺ ഹാളിൽ കണ്ടത് ഞങ്ങളുടെ വിജയമാണ് എന്ന രീതിയിൽ അവിടെ ഈ മകളെ തള്ളി മാറ്റിക്കൊണ്ട് മൃതദേഹവുമായി പോകുവാനുള്ള ഒരു ധൃതി, അതൊക്കെയാണ് ഇതിൽ ഈ പാർട്ടിയുടെ ഇടപെടൽ എന്ന രീതിയിലുള്ള സംശയം കൂടുതലായിട്ടും ഉയർത്തുന്നത്, അല്ലേ? അത് എനിക്കങ്ങനെ തോന്നിയതാണ്. ശ്രീത് എങ്ങനെയാണ് അറിയില്ല. ഞാൻ പറയുന്നത് ഇതൊരു എന്താ, നമ്മൾ മറ്റൊരു സ്ഥലത്തുണ്ടാകുന്ന, നമ്മളിപ്പോൾ ഈ രക്ഷാപ്രവർത്തനം എന്ന രീതിയിലത്തേക്കൊക്കെ കാണുന്ന രീതിയിലത്തേക്ക് രണ്ട് പൊളിറ്റിക്കൽ പാർട്ടികൾ തമ്മിലുള്ള സ്കോർ സെറ്റിൽ ചെയ്യേണ്ടുന്ന ഒരു സന്ദർഭമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സഖാവ് ലോറൻസിനെ എത്രത്തോളമാണോ CPM-ന് ആവശ്യമുള്ളത് അല്ലെങ്കിൽ CPM-ന് വേണ്ടിയിരുന്നത്, അതിനേക്കാൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ട്. ആ മക്കൾക്ക് തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത് ശ്രീ ലോറൻസിന് വേണ്ടി ആ കാര്യം അവർ സംസാരിച്ച് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അവരെ കൊണ്ട് ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക്, ഒരു കൺസെൻസസിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നു ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ. അതിന് അവർ ശ്രമിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്ന സമയത്ത് അതിൽ കയ്യേറ്റത്തിന് വേണ്ടിയിട്ടോ മറ്റ് വികാരപരമായിട്ടുള്ള അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചില സീനുകൾ വികാരപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുക എന്നതിനായിരുന്നു പ്രാധാന്യം എന്നുള്ളത് ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശ്രീ ലോറൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദേഹം വിട്ടുപിരിഞ്ഞ ശ്രീ ലോറൻസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തിന് മേലുള്ള അവകാശം ഒരിക്കലും ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ പാർട്ടിയുടേതായിട്ടുള്ള വക്താക്കൾക്കോ ഒന്നും തന്നെ ഒരിക്കലും ആ ഒരു അധികാരം കൈപ്പറ്റാനായിട്ട് സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഏറ്റവും സംയമനത്തോടു കൂടി പെരുമാറേണ്ടിയിരുന്ന ഒരു ഘട്ടത്തിൽ അത് വളരെ മോശമാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം ഇങ്ങനെ അലങ്കോലമാക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും സഭാ തർക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളിത് കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ ഇത്തരത്തിൽ ശവശരീരങ്ങളെ വെച്ചുകൊണ്ട് വിലപേശലുകൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വക്താക്കൾ ഉൾപ്പെടെ ഈ പ്രവണത അവസാനിപ്പിക്കണമെന്ന് നമ്മളോടൊപ്പം തന്നെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പറയുന്നത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ആ കുടുംബത്തിലുണ്ട് എന്ന്, അല്ലെങ്കിൽ അത് കോടതിയിലേക്ക് പോയി എന്ന്, കോടതി ഒരു അഭിപ്രായം പറഞ്ഞുവെന്ന് ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവിടെ സംയമനത്തിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ശ്രമിച്ചില്ല? അവരെ സമാധാനപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടോ ഞങ്ങളിത് ഇങ്ങനെ ശരീരം എന്തെങ്കിലും രീതിയിലുള്ള ഒരു അവകാശം സ്ഥാപിക്കുകയല്ല, നേരെ മറിച്ച് കോടതിയുടെ ഉത്തരവ് കംപ്ലൈ ചെയ്യുക മാത്രമാണ് എന്ന രീതിയിലത്തേക്കൊക്കെ ഇങ്ങനെ വികാരത്തിന് അടിപ്പെട്ട് നിൽക്കുന്ന ഒരാളിനോട് പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം ഈ രീതിയിലത്തേക്കുള്ള ഒരു സംഘർഷത്തിലേക്ക് പോവുക എന്നുള്ളത് തെറ്റാണ്. തന്നെയുമല്ല, അദ്ദേഹത്തിനോട് കാണിക്കേണ്ടുന്ന ബഹുമാനം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് കാണിക്കണമായിരുന്നു. ഒരു സ്ത്രീ എന്ന രീതിയിലുള്ള ഒരു അധിക പരിഗണന അവിടെ അർഹിക്കുന്നുണ്ടായിരുന്നു. അതിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഉത്തരവ് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ പരിഗണിക്കേണ്ടതായിരുന്നു. അതൊന്നും തന്നെ നമ്മളവിടെ കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. അവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എന്തിനാണ് ആ രീതിയിലുള്ള സീൻ ക്രിയേറ്റ് ചെയ്തത് CPM-ന്റെ അണികൾ? അത് ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും അത് ചിന്തിച്ചു പോവുകയാണ്. ശ്രീ ജോമോൻ ആരക്കുഴ, ഇക്കാര്യത്തിൽ പക്ഷേ സഭ ഒരു നിലപാട് എടുക്കേണ്ട എന്ന് തന്നെയല്ലേ ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഈ മത്തായി ചാക്കോയുടെ അന്ത്യകൂദാശ വിവാദമൊക്കെ ഇവിടെ ഏറെ രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്തതാണ്. അത് സഭ തന്നെയായിരുന്നു അങ്ങനെ അന്ത്യകൂദാശ മത്തായി ചാക്കോയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തൽ നടത്തിയത്. അതിൻ്റെ രാഷ്ട്രീയ കോലാഹലം അന്ന് അതിപ്പോൾ അത് ഓർത്തു പോവുകയാണ്. കാരണം അത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഇതിൽ അതിൻ്റെയൊക്കെ ഒരു പാഠമുള്ളത് കൊണ്ടാകാം പാർട്ടി ഇക്കാര്യത്തിൽ ഇതൊരു കുടുംബ പ്രശ്നമാണ് എന്ന രീതിയിലുള്ള നിലപാടെടുത്തിരിക്കുകയാണ്. സഭയ്ക്കും ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞത് കൂടുതൽ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കേണ്ട എന്നുള്ളൊരു നിലപാടല്ലേ ഉള്ളത്? ഇവിടെ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം, മത്തായി ചാക്കോയുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അതിനേക്കാൾ മുമ്പായിട്ട് ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ട സമയം എപ്പോഴാണ്? എല്ലാ മനുഷ്യരും ആദരിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മരണസമയത്താണ്. ഏറ്റവും കൂടുതൽ ആദരം ലഭിക്കുന്നത് ആ സമയത്താണ്. അങ്ങനെയെങ്കിൽ ഇവിടെ
എം ലോറൻസ് എന്ന് പറയുന്ന ഒരു സഖാവ് അദ്ദേഹത്തിന്റെ ഈ ഒരു അന്തിമ ശുശ്രൂഷകൾ നടക്കേണ്ട ഈ ഒരു സമയത്ത് അദ്ദേഹം വിശ്വസിച്ച പാർട്ടി, ആ പാർട്ടി തന്നെ ആ വ്യക്തിയോട് നടത്തുന്ന ഏറ്റവും വലിയ ഒരു മനുഷ്യാവകാശ ലംഘനമായിട്ടാണ് ഇതിനെ നമ്മൾ ആദ്യമായി തന്നെ വിധിയെഴുതുന്നത്. കാരണം ഒരു പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ മരണ സമയത്ത് പോലും ഏറ്റവും കൂടുതൽ അപമാനിച്ചു വിടുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഒരു പ്രമുഖ പാർട്ടി അധപ്പതിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെയാണ് മത്തായി ചാക്കോയുടെ വിഷയം ഏറ്റവും കൂടുതൽ പ്രസക്തമായി വരുന്നത്. ഏത് സാഹചര്യത്തിലാണ് മത്തായി ചാക്കോ എന്ന് പറയുന്ന ഒരു സഖാവിന്റെ അന്ത്യയാത്രയിൽ എല്ലാ തരത്തിലുള്ള സഭ അനുശാസിക്കുന്ന എല്ലാവിധ കർമ്മങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുകയും പള്ളി സെമിത്തേരിയിൽ അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള കൗതാശികമായിട്ടുള്ള ബ്ലെസ്സിങ്സോട് കൂടി തന്നെ അദ്ദേഹത്തിന്റെ ആത്മാവ്, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കപ്പെടുകയും ചെയ്തു. ഇവിടെ എം ലോറൻസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ആ ഒരു ആദരം ലഭിക്കുന്നു. അതിനു പകരം ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്താണ്? രാഷ്ട്രീയപരമായിട്ടുള്ള ഇവിടെ പകപോക്കലുകൾക്ക് ഇത് വേദിയാക്കുന്നു എന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ നമ്മളൊക്കെ മറന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എം ലോറൻസ് സാറിന് ഏതാണ്ട് 100-നടുത്ത് വയസ്സുണ്ട്, 95-ഓ 97-ഓ വയസ്സുണ്ട്. അദ്ദേഹം ജനിച്ചത് ക്രിസ്ത്യാനിയായിട്ടാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിട്ടല്ല അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ക്രിസ്ത്യാനിയായ ഭൂമിയിൽ ജനിച്ച ഒരു വ്യക്തി അദ്ദേഹം ക്രിസ്ത്യാനിയാകുന്നത് എവിടെയാണ്? ഒരു പള്ളിയിൽ മാമോദീസ തൊട്ടിയിൽ സഭ ഔദ്യോഗികമായി നൽകുന്ന കൗതാശികമായിട്ടുള്ള ഒരു ചടങ്ങിലൂടെയാണ് ഒരു സഭയിൽ അദ്ദേഹം അംഗമാകുന്നതും അദ്ദേഹം ക്രിസ്ത്യാനിയാകുന്നതും. അദ്ദേഹം ക്രിസ്ത്യാനിയായി എന്നുള്ളത് അദ്ദേഹത്തിന് മാമോദീസ കിട്ടി എന്നുള്ള ഒരു തെളിവ് മാത്രമല്ല. അദ്ദേഹത്തിന് 4 മക്കളുണ്ടായിരുന്നു, ഒരാളെ മരിച്ചുപോയി. ഇപ്പോൾ 3 മക്കളുണ്ട്, സജീവനുണ്ട്, ആൽബിയുണ്ട്, ആശയുണ്ട്. ഇവരെ 3 പേരെയും ഇദ്ദേഹം ഇതേ പാർട്ടിയിൽ വിശ്വസിച്ചിരുന്ന ഇതേ കാലയളവിൽ തന്നെ അദ്ദേഹം പള്ളിയിൽ മാമോദീസ മുക്കി. കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള ചടങ്ങുകൾക്കും ഇവരുടെ പള്ളി സാക്ഷിയാണ്. ഇവരുടെ പള്ളി കണക്കുകളിൽ ഇവരുടെ എല്ലാ തരത്തിലുള്ള ചടങ്ങുകളും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യാഴവട്ടക്കാലം മുഴുവൻ സഭ അനുശാസിക്കുന്ന എല്ലാ തരത്തിലുള്ള ചടങ്ങുകൾക്ക് ഒരു മാർക്സിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിച്ച ഒരു സഖാവ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ക്രിസ്ത്യാനി ആയതുകൊണ്ടും ആ ക്രിസ്ത്യാനിറ്റി എന്ന തനിമയിൽ അദ്ദേഹം വിശ്വസിച്ചത് കൊണ്ട് തന്നെയാണ് അവരുടെ മക്കളെ ആ വിശ്വാസത്തിൽ വളർത്തിയതും അവരുടെ കൊച്ചുമക്കളെ ആണെങ്കിൽ പോലും എല്ലാ തരത്തിലും അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ യാതൊരു തടസ്സങ്ങളും കൂടാതെ അദ്ദേഹം. അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം മരണമടഞ്ഞ ഒരു സമയത്ത് എവിടെ നിന്നാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇത്തരത്തിൽ ഒരു ഇരട്ടത്താപ്പ് എങ്ങനെയാണ് വന്നത്? പക്ഷെ അത് അദ്ദേഹത്തിന്റെ അഭിലാഷം അതാണ്, ഈ മെഡിക്കൽ പഠനത്തിന് വേണ്ടി മൃതദേഹം കൈമാറണം. ഇത് അദ്ദേഹത്തിന്റെ 2 മക്കൾ തന്നെ പറയുകയാണ്. അതനുസരിച്ച് പാർട്ടി ഒരു തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ അവിടെ പാർട്ടിയെ താങ്കൾ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തുന്നത് പാർട്ടിക്ക് ഒരു ഇരട്ടത്താപ്പ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അപ്പോൾ സഭയ്ക്കും അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. കാരണം ഇപ്പോൾ നിരീശ്വരവാദികളാണെങ്കിൽ, സഭയ്ക്കെതിരായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ, പള്ളിയിൽ വിശ്വാസമില്ലാത്ത ആളാണെങ്കിൽ പള്ളിയിൽ സംസ്കാരം അനുവദിക്കുകയില്ല, പള്ളി സെമിത്തേരിയിൽ പറ്റുകയില്ല എന്നുള്ളതാണല്ലോ. അല്ലെങ്കിൽ മാനസാന്തരപ്പെടണമെന്ന്. അങ്ങനെ ലോറൻസിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുമില്ലല്ലോ ഈ മാനസാന്തരമൊന്നും. അല്ല, തീർച്ചയായിട്ടും സംഭവിച്ചിട്ടില്ല. ഒരു കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, ഒരാൾ എത്രമാത്രം ക്രിസ്ത്യാനിയായി ജനിക്കുകയും അതിനുശേഷം നിരീശ്വരവാദിയായി അവർ ജീവിക്കുകയും ചെയ്താലും അദ്ദേഹത്തിന്റെ മരണ സമയം വരെ, കണ്ണടയുന്ന ആത്മാവ് വേർപെടുന്ന സമയം വരെ മാനസാന്തരത്തിനുള്ള ഒരു യോഗ്യത കത്തോലിക്ക സഭ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊരു മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ തോന്നുന്ന അവരുടെ ഒരു നിലപാടാണത്. ഇത്ര നാൾ നമ്മൾ ജീവിച്ച ജീവിതം തെറ്റായി പോയി, പക്ഷേ ഞാൻ ഈ സമയത്ത് മാനസാന്തരപ്പെടുന്നു, സഭയിലേക്ക് തിരിച്ചു വരുന്നു എന്നൊരു നിഗമനത്തിലേക്ക് ആ ഒരു ആത്മാവ് മരണസമയം വരെ എത്തിപ്പെട്ടാൽ അദ്ദേഹത്തെ 100% അദ്ദേഹം നിരീശ്വരവാദിയാണെങ്കിലും പള്ളി സെമിത്തേരിയിൽ അടക്കമായിരുന്നു. ഈ ഏറ്റവും അടുത്ത കാലത്താണ് സഭയിൽ അത്തരത്തിലുള്ള ഒരു വ്യത്യാസം വന്നിട്ടുള്ളത്. കുറെ കാലങ്ങൾക്ക് മുമ്പ് എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകളെ തെമ്മാടിക്കുഴിയിൽ അടക്കുന്ന ഒരു ശീലം നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നു.
എവിടെയാണ് മാറ്റം വന്നത്? അപ്പോ സഭ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുള്ള ആളുകൾക്ക് വളരെ വിശാലമായ ഒരു പക്ഷെ അങ്ങനെ ഒരു മാനസാന്തരം എം എം ലോറൻസിന്റെ കാര്യത്തിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ജോമോൻ ആലപ്പുഴ, അവിടെയാണ് അവകാശങ്ങൾ, ആരുടെ അവകാശങ്ങളാണ് സംരക്ഷിക്കപ്പെടേണ്ടത്? പാർട്ടിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണോ അതോ മക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണോ? പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണോ? രാഷ്ട്രീയമായ പകപോക്കലുകൾക്ക് ഒരു 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 മനുഷ്യന്റെ മൃതദേഹം ഇട്ട് വിലപേശണോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇവിടെ ആരും സംസാരിക്കുന്നില്ല. അവകാശങ്ങൾ എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടത് രക്തബന്ധങ്ങളുടെ അവകാശങ്ങളാണ് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ടത്. അത് കഴിഞ്ഞേ പാർട്ടിയുള്ളൂ. ഒരാൾ ഈ എം എം ലോറൻസ് എന്ന് പറയുന്ന സഖാവ്, അദ്ദേഹം ക്രിസ്ത്യാനി ആയതിനു ശേഷമാണ് അദ്ദേഹം പാർട്ടിയിലേക്ക് പോയത്. എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ മക്കളെ ഇതേ പീരീഡ്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഇതേ പീരീഡിൽ തന്നെയാണ് അദ്ദേഹം മക്കളെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തിയത്. അദ്ദേഹം തികഞ്ഞ ക്രൈസ്തവ വിരോധി ആയിരുന്നുവെങ്കിൽ, ക്രിസ്ത്യാനിറ്റിക്ക് പരിപൂർണമായി എതിരായിരുന്നെങ്കിൽ, കമ്മ്യൂണിസത്തിൽ വിശ്വസിച്ച് ഞാൻ എല്ലാ തരത്തിലും ആ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് അകലെയാണ് എന്ന് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് ഒരു നേർസാക്ഷ്യം എം എൻ ലോറൻസ് എന്ന് പറയുന്ന സഖാവ് കൊടുത്തിട്ടില്ല. ശരി ശരി. ശ്രീ ഡോക്ടർ ബി ജയരാജ്, അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നുവെങ്കിലും അദ്ദേഹം പള്ളിക്കെതിരെ ആയിരുന്നില്ല, നിരീശ്വരവാദി ആയിരുന്നില്ല. മാത്രമല്ല, കുടുംബാംഗങ്ങളുടെ എല്ലാ ചടങ്ങുകളും പള്ളികളിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് പള്ളിക്കും അദ്ദേഹം അനഭിമതനല്ല. സഭ പരസ്യമായിട്ടൊരു നിലപാട് പറയുന്നില്ല എങ്കിൽ പോലും സഭയുടെ ഒരു പ്രതിനിധി തന്നെയാണ് ഇപ്പോൾ സംസാരിച്ചത് ഇവിടെ. ഇതിനകത്ത് മഞ്ജുഷ, ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ യുക്തിവാദവും അല്ലെങ്കിൽ ഈ ഈശ്വരവിശ്വാസവും തമ്മിലുള്ള ഒരു വിഷയമാണ്. യുക്തിവാദി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ മൊത്തം യുക്തിവാദി ആക്കുക എന്നല്ല അർത്ഥം. അതൊക്കെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അത്രയും വിശാലമായ മനസ്സിനുടമയായതുകൊണ്ടാണ് തന്റെ മക്കളെയോ ഭാര്യയെയോ മറ്റുള്ള ആളുകളെയോ താൻ ചടിച്ച പാതയിലൂടെ സഞ്ചരിപ്പിക്കാൻ ശ്രമിക്കാതിരുന്നത്. അത് അദ്ദേഹത്തിന്റെ വിശാലമായ മനസ്സാണ്. അതാണ് അതിന് കാരണം. അല്ലാതെ അപ്പോ ആ വിശാലത എന്തുകൊണ്ടാണ് പാർട്ടിക്കില്ലാതെ പോയത്? ആ വിശാലത എന്തുകൊണ്ട് പാർട്ടിക്കില്ലാതെ പോയി? ആ മനുഷ്യൻ കാണിച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സിംഹഭാഗവും ഒരു പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മനുഷ്യൻ അത് കാണിച്ചപ്പോൾ എന്തുകൊണ്ട് ശ്രീ ജോമോൻ ആരക്കുഴ, താങ്കൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ശ്രീ ജോമോൻ ആരക്കുഴ, താങ്കൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ഞാൻ കേട്ടോണ്ടിരുന്നതേ ഉള്ളൂ. പാർട്ടി അത് കണക്കിലെടുക്കാതെ എന്തുകൊണ്ടാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശ്രീ ഡോക്ടർ ബി ജയരാജ്, പാർട്ടി ഇതിനകത്തൊന്നും ഇടപെട്ടിട്ടൊന്നുമില്ല. ഇത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള വിഷയമാണ്. അതിനകത്ത് പാർട്ടിക്ക് എന്ത് റോളാണുള്ളത്? പാർട്ടിക്ക് പ്രത്യേകിച്ച് റോളും ഇല്ല. പാർട്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ ആരെങ്കിലും, ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് കേട്ടിട്ടുള്ളത് എബ്രഹാം തോമസ് കോവൂറിന്റെ ശരീരം, അതായത് യുക്തിവാദിയായിരുന്ന എബ്രഹാം തോമസ് കോവൂറിന്റെ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടുകൊടുത്തു എന്നുള്ളൊരു വാർത്തയാണ് ആദ്യമായിട്ട് ഞാൻ വായിക്കുന്ന ഒരു പുസ്തകത്തിൽ. അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടോ സംഭവങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഞാൻ അവിടെ നിന്നാണ്. അതിനുശേഷമാണ് പിന്നീട് പല പാർട്ടി സഹാക്കളും മരിച്ചതിന് ശേഷം അത് ഈ പാർട്ടിക്ക് വിട്ടുകൊടുത്തത്. അങ്ങനെ പല പല ആളുകളുണ്ട്, പല മുതിർന്ന നേതാക്കളുണ്ട്. ഞാനിപ്പോൾ ഏറ്റവും ഒടുവിൽ എനിക്ക് ഓർമ്മ വന്ന രണ്ട് പേരുകൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒന്ന് യെച്ചൂരിയും പിന്നൊന്ന് സഖാവ് MC ജോസഫൈനും. അങ്ങനെയൊക്കെ വിട്ടുകൊടുത്ത ആളുകളുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നത്, ചിലർ ഓർഗൻ ഡൊണേഷൻ എഴുതി വെക്കും, ചിലപ്പോൾ മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ അത് അനുവദിക്കത്തില്ല. ഓർഗൻ ഇപ്പോൾ ഒരു മരണത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാറില്ല. അതുപോലെ തന്നെയാണ് പഠനത്തിന് വിട്ടുകൊടുക്കുന്ന കാര്യം. ഒരാൾ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ ശരീരം വിട്ടുകൊടുക്കണോ വേണ്ടേ എന്നുള്ളത് ആ വ്യക്തിയുടെ തീരുമാനമല്ലല്ലോ. കാരണം ആ വ്യക്തി അവിടെ ജീവിച്ചിരിപ്പില്ല. അല്ലെങ്കിൽ നേരത്തെ ലീഗലി എന്തെങ്കിലും എഴുതി വെക്കണം. ഞാനിപ്പോൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ ഇനി ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കുമോ, അതല്ലെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കുന്നതിന് അവരുടെ ആചാരപ്രകാരം അടക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമോ എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കണക്കുപോലെ എൻ്റെ ഭാര്യയുടെ വിശ്വാസത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല, എൻ്റെ മകളുടെ വിശ്വാസത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല, എൻ്റെ വീട്ടുകാരുടെ വിശ്വാസത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. പക്ഷെ ഞാൻ ജീവിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ജീവിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മരണശേഷം എൻ്റെ ശരീരം ഇതുപോലെ മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, സമ്മതപത്രം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഇത് കണ്ടില്ല, അന്നൊരു രേഖയുണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ലല്ലോ. ഇതുപോലെ എന്തെങ്കിലും മക്കൾ തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ലീഗലി എന്തെങ്കിലും ഡോക്യുമെന്റ് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഞാനൊരു വക്കീലിനെ വിളിക്കണമെന്ന് വിചാരിച്ചതാണ് ഇതിന് ശേഷം. പക്ഷെ അതെനിക്ക് പറ്റിയില്ല. അത് വേറൊരു വിഷയം.
പിന്നെ വിശ്വാസിയാവുക അവിശ്വാസിയാവുക എന്നൊക്കെ ഉള്ളത് അവരവരുടെ വ്യക്തിപരമായ ശരി ശരി ശ്രീ പണിക്കർ, ഈ മത്തായി ചാക്കോയുടെ വിഷയം ഇവിടെ ഞാനാണ് മത്തായി ചാക്കോയുടെ വിഷയം പറഞ്ഞത്. പക്ഷേ ശ്രീ ജോമോൻ ആരക്കുഴ അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുമായിട്ട് ഇവിടെ താരതമ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അന്ന് ഈ മത്തായി ചാക്കോയ്ക്ക് അന്ത്യകൂദാശ കൊടുത്തത് അത് ബിഷപ്പ് ചിറ്റിലപ്പള്ളി തന്നെ പിന്നീട് വെളിയിൽ പറയുകയും അങ്ങനെ അത് സഭ ഇക്കാര്യം വെളിപ്പെടുത്തിയതിനെതിരെ CPM രംഗത്ത് വരികയുമാണ് ചെയ്തത്. പിന്നെ അങ്ങോട്ട് അത് ഡെവലപ്പ് ചെയ്ത് മറ്റ് പല തലങ്ങളിലേക്കും പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു കാര്യവും ഇതും തമ്മിലുള്ള താരതമ്യത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഇത് രണ്ടും തമ്മിൽ യാതൊരു വിധത്തിലുള്ള അന്ന് മത്തായി ചാക്കോ സാറിന്റെ ഈ ഒരു വിഷയം നടക്കുന്ന സമയത്ത് അവിടെ തന്നെ ഈ പാർട്ടി എത്രമാത്രം അവിടെ ആ കുടുംബത്തെ നാണം കെടുത്തി. അന്നത്തെ അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇത് രണ്ടും വിഭിന്നമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ വന്നിരിക്കുന്നത് ക്ലാസിക് കേസാണ്. നമ്മുടെ കേരള അനാട്ടമി ആക്ട് 1957 പറഞ്ഞിരിക്കുന്നത് പ്രകാരം തന്നെ സെറ്റിൽ ചെയ്യപ്പെടേണ്ടുന്ന ഒരു കേസാണ്. കാരണം ഇത് അന്ത്യകൂദാശയുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ഒരാളിൻ്റെ മരണം നടന്നിരിക്കുന്നു. ആ മരണം നടന്നിരിക്കുന്നതിന് ശേഷം പിന്നീട് മൃതശരീരം ഏത് രീതിയിൽ മറവ് ചെയ്യണം, അതല്ല എങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പഠനത്തിന് വേണ്ടിയിട്ട് നൽകണമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്ന് കോടതി തന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് അനാട്ടമി ആക്ട് അനുസരിച്ചിട്ട് അതിലൊരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഓഫീസറുണ്ട്. അത് മെഡിക്കൽ കോളേജിലുള്ള ആ ഓഫീസർ ആരാണോ അദ്ദേഹം അത് തീരുമാനിക്കട്ടെ എന്നാണ്. ഇതിന് വളരെ കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ കോടതി നടപടികളുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഓരോ കാര്യവും കൃത്യമായിട്ട് ഈ നിയമത്തിൽ ഡോക്യുമെന്റഡ് ആണ്. ഒന്ന്, ഇങ്ങനെ ഒരു തർക്കം ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് കോടതി ചെയ്യേണ്ടത് ആ മൃതശരീരം ഡീകേ ചെയ്യാതെ ഇരിക്കുന്നതിന് വേണ്ടി അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. കോടതി ഇന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. അവിടെ മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിലേക്ക് മാറ്റുക, പഠന വിധേയമാക്കരുത് എന്ന് വെച്ചാൽ എന്തായിരുന്നു അവിടെ അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം എന്ന രീതിയിലത്തേക്ക് ഒരു ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു ആവശ്യം അത് തൽക്കാലം പരിഗണിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിനുശേഷം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? അൺക്ലെയിംഡ് ബോഡീസിന്റെ കാര്യത്തിൽ ഒന്ന് പറയുന്നുണ്ട്, ഒരു കൺസെന്റ് നൽകിയിരിക്കുന്ന ആൾക്കാരുടെ ബോഡീസിന്റെ കാര്യത്തിൽ പറയുന്നുണ്ട്. കൺസെന്റ് നൽകിയിരിക്കുന്ന ആൾക്കാരുടെ കാര്യത്തിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കൺസെന്റ് ഇല്ല എങ്കിൽ വാക്കാൽ നൽകിയിരിക്കുന്ന കൺസെന്റ് ആകാം. അതിന് 2 സാക്ഷികൾ ഉണ്ടാകണമെന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ ഇനി അഥവാ 2 സാക്ഷികൾ അങ്ങനെ വന്നാൽ പോലും ഇതിൽ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളിനെ ജീവിച്ചിരിക്കുന്ന ഒരു ജീവിത പങ്കാളിയോ അവരുടെ ഏതെങ്കിലും ഒരു ഉറ്റ ബന്ധുവോ അതിലൊരു വിഭിന്നമായിട്ടുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചാൽ അത് പ്രത്യേകമായി പരിഗണിക്കണം എന്നുണ്ട്. ഉറ്റ ബന്ധു എന്നതിനെ കണ്ടെത്തുന്നതിനുള്ള നിർവചനം എന്താണ് എന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഒരാളിൻ്റെ അനന്തരാവകാശികൾ ആരൊക്കെയാണോ ആ ആൾക്കാർക്ക് കൃത്യമായി ഡോക്യുമെന്റ് ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തിൽ അവർക്കൊരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനുള്ള അവകാശമുണ്ട്. അവർക്ക് മാത്രമേ അവകാശമുള്ളൂ. ഞാനിവിടെ CPM കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് അവരോടുള്ള വിമർശനം എന്ന് പറയുന്നത്, ഇന്ന് ശ്രീ ജയരാജ് പറഞ്ഞതുപോലെ പാർട്ടിയല്ല ഇത് തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ശരി, പാർട്ടിയല്ല തീരുമാനിക്കുന്നത് എങ്കിൽ ഈ പൊതു ദർശനം കഴിഞ്ഞതിന് ശേഷം ഈ പാർട്ടിക്കാർ ഈ മൃതശരീരം എങ്ങോട്ട് കൊണ്ടുപോകുമായിരുന്നു? അതാണ് ചോദ്യം. അപ്പോൾ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ ഈ ഒരു കോടതി കേസോ ഉത്തരവോ ഉണ്ടായിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് മെഡിക്കൽ കോളേജിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുമായിരുന്നു എന്നുള്ളതാണ് ഉത്തരം. ഇത് ആരിൽ നിന്നാണ് പാർട്ടി അറിയുന്നത്? പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ മക്കളിൽ നിന്നാണ്. ആ മക്കളിൽ എല്ലാ ആൾക്കാരെയും കൺസൾട്ട് ചെയ്തോ? ഇല്ല എന്നാണ് നമ്മൾ അറിയുന്നത്. ഇന്നലെ തന്നെ ഒരാൾ വിഭിന്നമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞില്ലേ? അത് പാർട്ടി അറിഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ആ ആളിനെ കൂടി ഇതിനോടകം തന്നെ വിശ്വാസത്തിലെടുക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ പക്ഷത്താണ് ന്യായം എന്ന രീതിയിലത്തേക്ക് ഒരു കാര്യമുണ്ടെങ്കിൽ പാർട്ടിയുടെ സംവിധാനം വഴി അത് സെറ്റിൽ ചെയ്യുന്നതിനു വേണ്ടി പാർട്ടി ഇവിടെ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും കാണുന്നില്ല എന്നുള്ള ഒരു വിമർശനമാണ്. ഉത്തരവാദിത്ത ബോധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല ഇടപെടേണ്ടിയിരുന്നത് എന്നും കുറച്ചുകൂടി അവധാനതയോടുകൂടി പാർട്ടി പെരുമാറിയിരുന്നുവെങ്കിൽ ഇന്ന് അവിടെ ഉണ്ടായിരുന്ന ആ വിഷമകരമായിട്ടുള്ള സീനുകൾ ഉണ്ടാവുകയില്ലായിരുന്നു എന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ ജയരാജ്, അത് പ്രധാനപ്പെട്ട പോയിന്റ് ആണല്ലോ. കാരണം പാർട്ടിക്ക് ഇത് അറിയാമായിരുന്നു ഇങ്ങനെയൊരു സീൻ അവിടെ ഉണ്ടാകും എന്നുള്ളത്. അതിപ്പോൾ കോടതിയിലേക്ക് പോയതോടുകൂടി അത് വേറൊരു തലത്തിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പാർട്ടി ഒരു ശ്രമവും അവിടെ നടത്തിയില്ല. മറിച്ച് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന തലത്തിലേക്ക് അണികൾ പോലും ആ രീതിയിലാണ് വിശ്വസിച്ചത്. അതുകൊണ്ടാണല്ലോ അങ്ങനെ അവിടെ മുദ്രാവാക്യം വിളിയും ഒക്കെ ഉണ്ടായത്, ഒരു പാർട്ടി സമ്മേളനം നടക്കുന്നത് പോലെ. അല്ല, മുദ്രാവാക്യം വിളികളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. കാര്യം ഇത്തരത്തിലുള്ള ഇപ്പോൾ EMS മരിച്ചപ്പോഴും കനാനർ മരിച്ചപ്പോഴും എല്ലാം ഇത്തരത്തിലുള്ള മുദ്രാവാക്യം മുഴക്കിയാണ് അവരെ അന്ത്യയാത്ര കൊടുക്കുന്നത്. അത് ഒരു പാർട്ടി രീതിയാണ്. മുദ്രാവാക്യം മുഴക്കി തന്നെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെയല്ല ഇതിനകത്ത് കാണേണ്ടുന്നത്. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം ഇന്നലത്തെ ചർച്ചയിൽ ശ്രീ ലോറൻസിൻ്റെ മകൾ എം എം ലോറൻസിൻ്റെ മകൾ പറഞ്ഞത് പാർട്ടിയിൽ വിജയരാഘവൻ സഹമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. വിജയരാഘവൻ സാഹു പറഞ്ഞു ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാതെ ഇത് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ചിരുന്നു.
പക്ഷേ ഞാൻ അങ്ങനെയല്ല, എൻ്റെ അച്ഛനാണ്, അത് എനിക്ക് അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. 1-2 പേരുടെ പേര് പറഞ്ഞിരുന്നു. നേരത്തെ തന്നെ ജയരാജൻ സഹാനെ ബന്ധപ്പെട്ടിരുന്നു, അതുപോലെ തന്നെ വേറെ കെ രാധാകൃഷ്ണനെ ബന്ധപ്പെട്ടിരുന്നു എന്നൊക്കെ. അപ്പോൾ ഈ വിഷയങ്ങൾ സംസാരിച്ചതാണ്. പക്ഷേ സംസാരിച്ച് സെറ്റിൽമെൻ്റ് എത്താൻ പറ്റാത്ത ഒരു വിഷയമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും കോടതി വിധി ഉണ്ടായല്ലോ, അത് മോർച്ചറിയിലാണല്ലോ ഇരിക്കുന്നത്. ഇനി 2 ഭാഗവും കേൾക്കട്ടെ, കോടതി തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ തീരുമാനിക്കട്ടെ എന്നല്ലാതെ. അല്ലാതെ ഇതിനകത്ത് ആർക്കും ദുർവാശിയോ ഇന്നത് മെഡിക്കൽ കോളേജിൽ തന്നെ വിട്ടുകൊടുക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പാർട്ടിക്കൊന്നുമില്ല. പിന്നെ ഒരാളുടെ ഈ മക്കൾ തമ്മിലുള്ള തർക്കത്തിനകത്ത് ഇത് തികച്ചും കുടുംബപരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതിനകത്ത് അവർ തമ്മിലൊരു സെറ്റിൽമെൻ്റാണ് ആദ്യം വരേണ്ടുന്നത്. അതിനുള്ള പല രീതിയിലുള്ള നീക്കുപോക്കുകളൊക്കെ ഉണ്ടായിക്കാണും. സംസാരത്തിൽ ചില ആളുകളുണ്ടല്ലോ ഭയങ്കര അഡമൻ്റായിട്ട് സ്റ്റാൻഡ് എടുക്കുന്നവർ, ഭയങ്കര അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ചിലപ്പോഴും സൈലൻസ് ആണ് ഗോൾഡൻ എന്ന് പറയുന്നത്. അറ്റ് സർട്ടൺ സിറ്റുവേഷൻ സൈലൻസ് ഈസ് ഗോൾഡൻ ദാൻ എനിത്തിങ്. അത് തന്നെയാണ് പാർട്ടി ചെയ്യുന്നതെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാതെ ഇപ്പം കയറി ഒരു ഹൈ ഹാൻഡ് എടുത്ത് യെസ് എന്ന് പറഞ്ഞാലും കുഴപ്പമാണ്, നോ എന്ന് പറഞ്ഞാലും കുഴപ്പമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അതാണ് ഇതിൻ്റെ ഈ ഒരു സാഹചര്യത്തിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു വിഷയം. അതുകൊണ്ട് MM ലോറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സഖാവ് ഈ കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് പറയുകയും അതിനെ മനസ്സിലാക്കുകയും വരുന്ന തലമുറകൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതിനാണ് ഇത്തരത്തിലുള്ള അവസരങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നതും, റാദർ ദാൻ ക്രിയേറ്റിംഗ് ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻസ് ഓവർ ദി ക്രിമേഷൻ ഇഷ്യൂ എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അതാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത്. അത് പാർട്ടിക്കും അതിൽ പാർട്ടിയുടേതായ പങ്ക് ഉണ്ടായിരുന്നു. അത് പക്ഷേ ഈ മുദ്രാവാക്യം വിളികളൊക്കെ വന്നപ്പോൾ താങ്കൾ പറഞ്ഞൊരു സാധാരണ നടക്കുന്നതാണ് എന്ന്. അത് അച്ചടക്കത്തോടു കൂടിയാണ്. ഒരു വിടവാങ്ങലിൽ എങ്ങനെയാണെന്ന് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു അച്ചടക്കത്തോടു കൂടി ആയിരുന്നില്ല. ശ്രീ ജോമോൻ ആരക്കുഴ, താങ്കൾ ഇപ്പോഴും ഈ പാർട്ടിയുടെ ഇരട്ടത്താപ്പിൽ നിൽക്കുകയാണ്. പക്ഷേ ഇതിനപ്പുറം എന്ത് കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടേ? ഡോക്ടർ ബി ജയരാജ് പറഞ്ഞു പാർട്ടി സഖാക്കൾ തന്നെ ഇവരുമായിട്ട് സംസാരിച്ചതാണ്, സീൻ ഒഴിവാക്കി കൂടെ എന്ന് അവർ ചോദിച്ചതാണ്. പക്ഷേ അവരവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതൊക്കെ പുറമേ കേൾക്കുന്ന കേൾവിയല്ലാതെ കോൺക്രീറ്റഡ് ആയിട്ട് ഇതിന്റെ വസ്തുതകളൊന്നും ഈ സമയം വരെ പുറത്തു വന്നിട്ടില്ല. ഇതിനു മുമ്പേ സംസാരിച്ച പലരും പറഞ്ഞു ഇതിനകത്ത് പാർട്ടിക്ക് പ്രത്യേകമായ താല്പര്യമില്ല എന്ന് പറഞ്ഞു. 100% ഞാൻ പറയുന്നു പാർട്ടിക്ക് കാര്യത്തിൽ വ്യക്തമായ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഗോഗോ വിളിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒരു മകൾ തന്റെ അപ്പന്റെ മൃതദേഹത്തിന് വേണ്ടി കെട്ടിപ്പിടിച്ച് അലറി കരയുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായത്. ആ സമയത്തും അതിനെയൊക്കെ മറികടന്ന് ഒരു മനസാക്ഷി മരവിച്ചവരെ പോലെ മുദ്രാവാക്യം വിളിക്കുന്ന രീതികളൊക്കെ അവലംബിച്ച് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയും പാർട്ടിക്ക് വ്യക്തമായ താല്പര്യങ്ങൾ ഇതിനകത്തുണ്ട്, നമ്മളത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അതാണ് ഞാൻ പാർട്ടിയുടെ ഇരട്ടത്താപ്പ് എന്ന് പറയാൻ കാരണം. ഈ വിഷയം എത്ര മനോഹരമായിട്ട് പരിഹരിക്കാമായിരുന്നു. ഇവിടെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയ ഒരു പോയിന്റ്, അതിലേക്ക് തിരിച്ചു വരികയാണ്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഈ ഭൂമിയിൽ നിന്ന് വേർപെടുന്ന ആ ഒരു ചടങ്ങ്. ഒരു പാർട്ടിയിൽ വിശ്വസിക്കുകയും ആ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മനുഷ്യൻ തന്റെ അവസാന സമയത്ത് ആ മക്കളുടെ ആഗ്രഹം ഇതാണെങ്കിൽ ആ മക്കളെ 3 മക്കളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഈ കേരളത്തിലെ ഒരു പ്രമുഖ പാർട്ടി, ആ പാർട്ടിക്ക് വേണ്ടി നിലപാട് എടുത്ത് ജീവിച്ചു മരിച്ച ഒരു മനുഷ്യൻ, അതേ പാർട്ടിയുടെ വക്താക്കൾ തന്നെ 3 മക്കളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ആ മക്കൾക്ക് വേണ്ടി ഒരു നിലപാടെടുക്കുകയോ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയോ ഒരു സംഘർഷത്തിലേക്കോ ഒരു പ്രശ്നത്തിലേക്കോ മുന്നോട്ട് പോകാത്ത രീതിയിൽ ഇത് ഏറ്റവും ഒരു വളരെ മാന്യത അവർക്ക് ആ വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ആദരം തന്നെ കൊടുത്തുകൊണ്ട് എത്രയോ മനോഹരമായിട്ട് ഈ ചടങ്ങ് അവർക്ക് പര്യവസാനിപ്പിക്കാമായിരുന്നു. ഇത് ഈ കേസ് കോടതിയിലേക്കോ ഒരു മകളെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അപ്പന്റെ മൃതദേഹത്തിന് വേണ്ടി ഒരു മകളെ കോടതിയിലേക്ക് വലിച്ചിഴക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇത് ഈ വിഷയത്തെ എത്തിച്ചതാരാണ്? പാർട്ടി തന്നെയാണ്. ആ കാര്യം പാർട്ടി മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഞാനിതിനെ കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. അവകാശങ്ങൾ എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിലായിരിക്കും. പാർട്ടിയും ബാക്കി കാര്യങ്ങളും ഒക്കെ എല്ലാ വീട്ടിലും വിഭിന്നമായ പാർട്ടി ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ കേരള സമൂഹം അത്തരത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല? 8ഉം 10ഉം 16 മക്കളുള്ള തറവാടുകൾ നമ്മൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട്. ഈ 16 മക്കളും 16 രാഷ്ട്രീയ ചായ്വുള്ളവരായിരിക്കാം. അവരുടെ അപ്പനോ അമ്മയോ മരിക്കുമ്പോൾ എന്തുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ അവരുടെ അപ്പനോടോ അമ്മയോടോ സഹോദരങ്ങളോടോ ഉള്ള അവരുടെ ആ ഒരു ഹൃദയബന്ധത്തിന്റെ ആ ഒരു കാര്യം എന്തുകൊണ്ട് ഇവിടെ പാർട്ടി പരിഗണിക്കുന്നില്ല? എന്റെ ആശങ്ക ഇപ്പോഴും ആ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ.
അവിടെ പാർട്ടി പരാജയപ്പെടും. ആ കാര്യം നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. എപ്പോഴും അപ്പന്റെയും മക്കളുടെയും അവകാശങ്ങളാണ് എപ്പോഴും ഒരു മാനവ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളം, നമ്മൾ വലിയ വാക്കുകളോട് പറയും കേരളം സാക്ഷര കേരളമാണ് എന്നൊക്കെ പറയും. ദൈവത്തിന്റെ സ്വന്തം നാടാണ്, സാക്ഷര കേരളമാണ് എന്നൊക്കെ പറയും. ഇതൊക്കെ വെറുതെ പറയാമെന്നല്ലാതെ ഇത്തരത്തിൽ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരു പ്രാക്ടിക്കൽ അനുഭവത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ വാക്കുകൾക്കൊന്നും യാതൊരു പ്രസക്തിയും ഇല്ലാതെ എം എം ലോറൻസിന്റെ മകനായ എം.എൽ. സജീവൻ, അദ്ദേഹം അഡ്വക്കേറ്റ് കൂടിയാണ്, അദ്ദേഹം ഗവൺമെന്റ് പ്ലീഡറാണ്. ആശ ലോറൻസ് പറയുന്നത് ഈ പറയുന്ന എം.എൽ. സജീവന് അദ്ദേഹത്തിന് തൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഉയർച്ച കിട്ടുന്നതിന് വേണ്ടിയാണ് പാർട്ടിയുടെ ഒരു അടിമയെ പോലെ പ്രവർത്തിക്കുന്നു എന്ന്. അതായത് പാർട്ടി എന്ത് പറയുന്നു അതനുസരിക്കുകയാണ്. അപ്പോൾ പാർട്ടിക്ക് വേണ്ടി സ്വന്തം അപ്പൻ്റെ കാര്യത്തിലും ഈ രീതിയിലുള്ള ഒരു നിലപാടെടുത്തു എന്നാണ് ആശ ലോറൻസിൻ്റെ മകളുടെ പരാതി. ഇതിനുള്ള മറുപടി ഇന്ന് നൽകുകയുണ്ടായി. മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ശ്രീ സജീവൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. ഒരു സാധാരണ കുടുംബത്തിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാവും. ഏത് കുടുംബത്തിലും, കേരളത്തിലെ ഏത് കുടുംബത്തിലും ബന്ധുക്കളിൽ ആരെങ്കിലും മൃതദേഹം അങ്ങനെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ എതിർക്കുന്ന ആളുണ്ടാവും. അത് സ്വാഭാവികമാണ്, മിക്കവാറും എല്ലാ ഫാമിലിയിലും ഉണ്ടാവും അങ്ങനെ വിട്ടുകൊടുക്കുന്നത്. മിക്കവരും അവരവരുടെ മതാചാരപ്രകാരം ക്രിമിനേഷനോ ഫ്യൂണറലോ നടത്തണം എന്നുള്ള ആഗ്രഹക്കാരായിരിക്കാം ഇവിടുത്തെ സമൂഹത്തിൽ. അല്ലാണ്ട് വലിയ രീതിയിലുള്ളൊരു ഇഷ്യൂ നടന്നു എന്ന് ഞാൻ പറയില്ല. പക്ഷേ അത് ചിലർ വേറെ തരത്തിൽ അവരുടെ ദുഷ്ടലാക്കോടുകൂടിയുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലോട്ട് ചെയ്യാൻ ശ്രമിച്ചു. അതാണ് എല്ലാത്തിലും ഇഷ്യൂ. പാർട്ടി മരിച്ചൊരാളെ ചതിക്കേണ്ട കാര്യമില്ല, ജീവിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ ചതിക്കേണ്ടത്. അത് കുറച്ച് BJPക്കാർ അവിടെ വരുന്നു, അവർ ഇവിടെ വിളിച്ചുകൊണ്ട് പോകുന്നു, അവളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു. അതാണ് ഉണ്ടായത്. ഇത് നേരത്തെ തന്നെ ഈ മകളെ BJPക്കാർ എക്സ്പ്ലോട്ട് ചെയ്യുന്നു. പൊളിറ്റിക്കലായിട്ട് ലെഫ്റ്റ് മൂവ്മെൻറ്റ് തന്നെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പ്ലോട്ട് ചെയ്യുന്നു. അവളുടെ മകളെ കൊണ്ടിരുത്തുന്നു. അത് BJPയുടെ തന്നെ ഒരു സീനിയർ ലീഡറായിട്ടുള്ള കുമ്മനം രാജശേഖരൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹത്തിൽ എട്ടും മുട്ടും തിരിയാത്തൊരു പയ്യനെ കൊണ്ടിരുത്തിയിട്ട് ലോറൻസിൻ്റെ ഗ്രാൻഡ്സൺ, അങ്ങനെ ജനറ്റിക്കായിട്ടല്ല പൊളിറ്റിക്സ് പോകുന്നത്. ഒരച്ഛൻ്റെ മകൻ കമ്മ്യൂണിസ്റ്റ് ആവണമെന്നില്ല, അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനോ ആവണ്ട. ഇതൊക്കെ എല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പച്ചൻ, എൻ്റെ ഫാദറിൻ്റെ ഫാദർ കോൺഗ്രസ് ആയിരുന്നു, എൻ്റെ അപ്പച്ചനും കോൺഗ്രസ് ആയിരുന്നു. അത് പിന്നീടാണ് കമ്മ്യൂണിസ്റ്റ് ആയത്. മക്കൾ കമ്മ്യൂണിസ്റ്റ് ആവണമെന്ന് അപ്പച്ചൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ആവണ്ടെന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം എന്തായാലും വീട്ടിലുണ്ട്. ഇഷ്ടമുള്ള പൊളിറ്റിക്സ് തിരഞ്ഞെടുക്കാനും ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനും വേണ്ടെങ്കിലും വേണ്ടെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും ഈ മൊമെൻറ്റിലും ഉണ്ട്. ഞങ്ങളെല്ലാം അതനുസരിച്ച് ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് BJPയോ RSSോ ആവുന്നതിലൊന്നും ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ശ്രീ ജോമോൻ ആരക്കുഴ, ഈ BJP RSS ബന്ധം പറഞ്ഞത് താങ്കൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ. മുൻപ് എം ലോറൻസിൻ്റെ പേരക്കുട്ടി, ഇപ്പോൾ വലിയ ആളായി, മിലൻ, BJP സമ്മേളനത്തിൽ പോയിരുന്നു. BJPയുടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ കുമ്മനം രാജശേഖരൻ ആ ഒരു പ്രഖ്യാപനം നടത്തുകയും ഒക്കെ ചെയ്തു. എം ലോറൻസിൻ്റെ ഇതാ കൊച്ചുമകൻ BJPയിലേക്ക് ചേരുന്നു എന്ന രീതിയിലുള്ള വലിയ വാർത്തകൾ അന്ന് വന്നതാണ്. അപ്പോൾ അന്നു മുതൽ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു ലോറൻസിനെതിരെ, അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ ആഭിമുഖ്യത്തിനെതിരെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഇടതുപക്ഷ ആഭിമുഖ്യത്തിനെതിരെ അത് തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് സജീവൻ പറയുന്നത്. അതെന്ന് പറയുമ്പോൾ അത് പാർട്ടിയുടെ ഒരു നിലപാട് കൂടിയാണത്. അല്ല, ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെ. എം ലോറൻസ് എന്ന് പറയുന്ന ഒരു സഖാവ്, അദ്ദേഹത്തിന്റെ ഏതാണ്ട് 100 വർഷത്തിനടുത്ത ജീവിതത്തിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ്, ഒരു ആദർശധീരനായ നേതാവായി ജീവിച്ചപ്പോഴും 100% അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മനോഭാവമാണെങ്കിൽ മക്കളെ ഒരു കാരണവശാലും മക്കളുണ്ടായപ്പോൾ പള്ളിയിൽ മാമോദീസ മുക്കുകയോ അവരെ മതപരമായ ചടങ്ങുകൾക്ക് അവരെ അനുവദിക്കുകയോ ഒരിക്കലും ചെയ്യും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സഖാവിനുണ്ടായ മക്കളെ, എം ലോറൻസിന്റെ കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റ് ആദർശത്തിലുള്ള ഒരു സഖാവിന്റെ മക്കളെ അവരെ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് തന്നെ വളർത്തുന്നുണ്ട്. എത്ര പേര് കേരളത്തിൽ എത്ര പേര് വളർത്തുന്നു? ഇല്ല, ഒരിക്കലും നമുക്ക് അത് പറയാൻ പറ്റില്ല. അവര് കോൺഗ്രസ്സുകാരായിട്ടോ അല്ലെങ്കിൽ മറ്റു മതങ്ങളിലോ അവരൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, അദ്ദേഹം 100% ക്രിസ്ത്യാനിറ്റിയോട് തന്നെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ജീവിതം സമർപ്പിക്കുകയും മക്കളെ അതുമായിട്ട് പൊരുത്തപ്പെട്ട് വളർത്തുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മക്കളിൽ ആരെങ്കിലും
അദ്ദേഹത്തെ അന്ത്യകൂദാശകൾ, അദ്ദേഹത്തിന് അർഹതപ്പെട്ട അന്ത്യകൂദാശകൾ അദ്ദേഹത്തിന് ലഭിക്കണമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടത് ആ ഒരു കാര്യമാണ്. കാരണം എം ലോറൻസ് എന്ന് പറയുന്ന സാറ് ക്രിസ്ത്യാനിറ്റിക്ക് എതിരല്ലായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ മരണസമയം വരെ പ്രകടമാണ്. ഒരിടത്ത് പോലും ആ എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആശ എന്ന് പറയുന്ന ഒരു മകളുടെ അപ്പന്, ഞാൻ അതിന്റെ സൂചിപ്പിച്ചല്ലോ, ഒരാള് ഒരു ക്രിസ്ത്യാനിയാകുന്നത് മാമോദീസ തൊട്ടിയിൽ സഭാപരമായ ചടങ്ങുകളോട് തന്നെയാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിൽ അദ്ദേഹത്തിന് സഭാപരമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം മാമോദീസായിലൂടെ കത്തോലിക്കനായി എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിൽ സ്വർഗത്തിലേക്ക് അദ്ദേഹം യാത്രയാകുമ്പോൾ അതേ മതപരമായ ചടങ്ങുകൾ എൻ്റെ അപ്പന് വേണമെന്ന് ഏതെങ്കിലും ഒരു മകനാകട്ടെ മകളാകട്ടെ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കാനുള്ള ഒരു മഹാമനസ് അദ്ദേഹം വിശ്വസിച്ച പാർട്ടി അവരോട് കാണിക്കണമായിരുന്നു. അത് ചെയ്തില്ല എന്ന കാര്യം മാത്രമേ എനിക്ക് പ്രധാനമായി ഇവിടെ സ്പർശിക്കും ഒരു വിധേയമായിട്ട് എനിക്ക് പറയാനുള്ളൂ. അത് പരിഗണിക്കപ്പെട്ടില്ല. അത് ഒരു ഏറ്റവും വലിയ ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു മനുഷ്യാവകാശ ലംഘനമാണ്. അദ്ദേഹം 100% ഒരു ക്രിസ്ത്യാനിറ്റി വിരുദ്ധനായിട്ട് ജീവിച്ച ആളാണെങ്കിൽ ഞാൻ ഈ വാദം ഉന്നയിക്കില്ല. അദ്ദേഹത്തിന്റെ മരണസമയം വരെ മക്കളെ എല്ലാവരെയും ക്രിസ്ത്യാനിയായിട്ട് വളർത്തി അവരുടെ മരുമക്കളുടെ കാര്യത്തിലും ആരുടെ കാര്യത്തിലും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് മക്കൾ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു ബാധ്യത അദ്ദേഹം വിശ്വസിച്ച പാർട്ടിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പാർട്ടി അദ്ദേഹത്തോട് ആ ആദരവ് കാണിച്ചില്ല. അത് ഏറ്റവും വലിയ ഒരു അനാദരവാണ്. അത് ഇനിയും തിരുത്തപ്പെടേണ്ടതാണ്. നാളെ ഒരു ദിവസമുണ്ട്, എത്ര ദിവസം അത് ആ ബോഡി മോർച്ചറി സൂക്ഷിച്ചാലും അത് അടക്കം ചെയ്യുന്നത് വരെ പാർട്ടി ആ നിലപാട് തിരുത്തി അത് കൊണ്ടുവരാനുള്ള ഒരു മനസ്സ് കാണിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാൻ. ഡോക്ടർ ബി ജയരാജ്, അതിനുള്ള സാഹചര്യം ഉണ്ടല്ലോ, പാർട്ടിക്ക് വേണമെങ്കിൽ ആ രീതിയിൽ തീരുമാനമെടുക്കാം. പക്ഷെ താങ്കൾ നേരത്തെ പറയുണ്ടായി പാർട്ടി ഒരു കടുംപിടുത്തത്തിനില്ല. ഇനിയിപ്പോൾ കോടതി പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും പാർട്ടിയുടെ തീരുമാനമെന്ന്. പക്ഷേ പാർട്ടി ഔദ്യോഗികമായിട്ട് തന്നെ ഇക്കാര്യം പറയേണ്ടതല്ലേ? ശ്രീ ജോമോൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം. തീർച്ചയായിട്ടും അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള അനുരഞ്ജന ശ്രമങ്ങൾ പാർട്ടി നടത്തിയിട്ടുണ്ട്. അത് ഇന്നലത്തെ ചർച്ചയിൽ ശ്രീമതി ഷീല ലോറൻസ് അത് പറഞ്ഞായിരുന്നു അഭിമുഖത്തിൽ. അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലാനന്ദൻ സാഹ് മരിക്കുന്നതിന് മുമ്പിൽ അവരുടെ കൈപിടിച്ച് അച്ഛനുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്ന് വളരെ നിർബന്ധപൂർവ്വം ഈ ബാലാനന്ദൻ സാഹ് അദ്ദേഹത്തിൻ്റെ വൈഫ് സരോജിനി ബാലാനന്ദൻ അവർ ജീവിച്ചിരിപ്പുണ്ട്. അവർ രണ്ടുപേരും ഒരുപോലെ ഇവർ തമ്മിൽ ഇടയ്ക്ക് വഴക്കുകൾ സ്വാഭാവികമായിട്ട് എല്ലാ വീട്ടിലും ഉണ്ടാകുന്നതാണെന്ന് എടുത്ത് കാണിക്കുന്നൊന്നുമില്ല ഞാൻ. എല്ലാ വീട്ടിലും അത്തരത്തിലുള്ള വഴക്കുകളുണ്ടാകും, പിന്നെ ഇണങ്ങുമിണങ്ങുമൊക്കെ ചെയ്യും. പക്ഷേ ഒരു ഘട്ടത്തിൽ കുറേ അധികം അകന്നു പോയപ്പോൾ പാർട്ടി നേതാക്കന്മാർ തന്നെ ഇടപെട്ട്, സമ്മന്നിതരായ നേതാക്കൾ തന്നെ ഇടപെട്ടിട്ട് അച്ഛനെ കാണണം, അച്ഛനായിട്ടുള്ള അങ്ങനെ ഉള്ളൊരു സമീപനം തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് സുഖമില്ലാതായപ്പോൾ ചെന്ന് വിളിച്ചപ്പോഴും ഞാനിവിടെ സുരക്ഷിതനാണ്, ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ ലോറൻസ് പറഞ്ഞിരുന്നതായിട്ട് ഇന്നലെ അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ പറയുണ്ടായി. അപ്പോൾ പാർട്ടിക്കാർ ഇടപെട്ടില്ല, ഇത്തരം അനുരഞ്ജന ശ്രമങ്ങൾക്കൊന്നും ഇടപെട്ടില്ല. ഇത്തരം വിഷയങ്ങൾ ഒഴിവാക്കാൻ വളരെ വർഷങ്ങളായിട്ട് ഇത്തരം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ദൗർഭാഗ്യവശാൽ അത് നടന്നില്ല. ആ നടന്നില്ല എന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നൊരു അവസാനം ഉണ്ടാവണമെന്നില്ലല്ലോ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ. അതുകൊണ്ട് ഇപ്പം അത് വേറെ രീതിയിലായിക്കഴിഞ്ഞാൽ അതൊരു വേറൊരു ആംഗിളിൽ അത് ചിത്രീകരിക്കപ്പെടും. ഇപ്പോൾ ഈ ജോമോൻ ആരക്കുഴ സാർ പറഞ്ഞതുപോലെ അത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ്. അത് മതവിശ്വാസവും പിന്നെ ഈ യുക്തിവാദവും ഒക്കെ കൂടിക്കുഴഞ്ഞേക്കുന്ന പാർട്ടിയും കത്തോലിക്ക സഭയൊക്കെ കൂടിക്കുഴഞ്ഞ് കിടക്കുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള തീരുമാനം എടുക്കേണ്ടത് നമ്മളല്ല, അത് കോടതി എടുത്തു. അതിനുവേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ അതിന് തീരുമാനിച്ചു. ആ ഒരു യുക്തി അനുസരിച്ച് ഇവരെ എല്ലാവരെയും വിളിച്ച് കൺസൾട്ട് ചെയ്തിട്ടായിരിക്കും എന്ത് വേണമെന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് നമ്മളിപ്പം അവർ പറയുന്ന കണക്കോലെ മകൾ പറയുന്നത് കൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ മകൻ പറയുന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്യണമെന്നോ ഒന്നും പറയാൻ നമുക്ക് ശാഠ്യം പിടിക്കാനും നമുക്ക് അവകാശമില്ല തീർച്ചയായിട്ടും. കാരണം ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരിതാണ്. അതിനു മുമ്പ് ഈ 22 മാസത്തേക്ക് അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു. ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഉണ്ടായ ക്രൂരമായ മനുഷ്യാവകാശ ലംഘനത്തിന് ലഭിച്ച മർദ്ദനങ്ങൾ, അതേപോലെ 1960 അടിയന്തരാവസ്ഥ കാലത്തും അദ്ദേഹത്തിൻ്റെ ജയിൽവാസം,
ഇതൊക്കെയാണ് ശരിക്കും വരുന്ന തലമുറ പഠിക്കേണ്ടത്. അതൊക്കെയാണ്, അല്ലാതെ ഈ വിവാദങ്ങളൊക്കെ നാളെ കാറ്റിൽ പറന്നു പോകും. അന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതയിൽ എഴുതിയതുപോലെ ഏറ്റവും താഴേക്കിടയിൽ നിന്ന തോട്ടിത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഐതിഹാസികമായ ജീവിതം നയിച്ച സഖാവ് എം ലോറൻസ് തന്നെയായിരിക്കും. അതിനി പള്ളിയിലടക്കിയാലും ശരി, മെഡിക്കൽ കോളേജ് വിട്ടുകൊടുത്താലും ശരി, എം ലോറൻസ് എന്നും ഒരു മായാത്ത മുദ്രയായിട്ട് കേരളത്തിലെ, ഇന്ത്യയിലെ പാവപ്പെട്ട ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ലോറൻസ് സഖാവിനെ ആ രീതിയിൽ തന്നെ ഓർത്തിരിക്കും. പക്ഷേ അവസാന നിമിഷം പക്ഷേ ഈ മൃതദേഹത്തിന് വേണ്ടി അടിപിടി കൂടുന്ന പാർട്ടിക്കാരെയും അവിടെ കണ്ടു. അതാണ് പ്രശ്നം ശ്രീ ഡോക്ടർ ബി ജയരാജ്. അതാണ് ദൗർഭാഗ്യകരമായ കാര്യം. ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കുടുംബ വഴക്കാണ് എന്ന് പറഞ്ഞ് പാർട്ടി എങ്ങനെ കൈ കഴുകും? കാരണം പാർട്ടിയാണ് എല്ലാ ഉത്തരവാദിത്വവും അവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകുന്നതിനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും പാർട്ടിയുടേതാണ്. അതിൽ സംശയമില്ലല്ലോ. കുടുംബത്തിന് അതിനകത്ത് ഉത്തരവാദിത്വമേ കഴിഞ്ഞു. എല്ലാം അവിടെ പാർട്ടിക്കാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ ഒരിക്കലും കഴിയുകയില്ല. ശ്രീ ജോമോൻ ആരക്കുഴ, ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഈ ഒരു വിഷയത്തിൽ ഇനി തീരുമാനം വരാൻ പോകുന്ന ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഭാഗത്ത് നിന്നാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ പല ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെയൊരു തർക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് പഠനാവശ്യത്തിന് വേണ്ടി മൃതദേഹം വിട്ടുകൊടുക്കുന്ന ഒരു രീതിയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് നല്ലത് എന്ന രീതിയിലുള്ള റിപ്പോർട്ട് സൂപ്രണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് കോടതിയിലേക്ക് പോകും എന്നുള്ളതായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മതാചാര പ്രകാരമുള്ള അന്ത്യയാത്ര നൽകുക അദ്ദേഹത്തിന് എന്നുള്ളതാണ്. അതിന് എന്തായാലും താങ്കൾ പറയുന്നത് പൂർണ്ണമായിട്ടും സഭ സന്നദ്ധരാകും എന്നുള്ളത് തന്നെയാണല്ലോ. അല്ല, സഭ എപ്പോഴും തീർച്ചയായിട്ടും മക്കളുടെ ആഗ്രഹങ്ങളെ, പ്രത്യേകിച്ച് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ക്രൈസ്തവ വിരോധിയായിട്ട് ജീവിച്ചയാളല്ല. അതുകൊണ്ട് തന്നെ സഭ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പരിഗണിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും ഞാൻ പറയുന്നു, കേരള സമൂഹത്തിന് മുന്നിലുള്ള, പ്രത്യേകിച്ച് അദ്ദേഹം വിശ്വസിച്ച പാർട്ടിക്ക് മുമ്പിലുള്ള ഏറ്റവും നല്ല മികവ് തെളിയിക്കാനുള്ള ഏറ്റവും വലിയ ഒരു അവസരമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഈ അവസാനത്തെ മണിക്കൂറുകളിൽ ഈ മക്കളുമായി തന്നെ പരസ്പരം സംസാരിച്ച് അദ്ദേഹം വിശ്വസിച്ച പാർട്ടിയിലെ അതേ മക്കൾ അതേ നിലപാടുകളിൽ ഉണ്ടെങ്കിൽ അവരെ ഒരിക്കൽ കൂടി കൺവിൻസ് ചെയ്ത് മക്കളെ ഒരുമിച്ച് നിർത്താവുന്ന ഒരു സാഹചര്യം കൂടി. അവര് വിവിധ രാഷ്ട്രീയ ചായ്വുകൾ ഉണ്ടാക്കാം, പക്ഷെ വ്യക്തികൾ എന്ന രീതിയിൽ ഒരപ്പന്റെ മക്കളെ അവരുടെ അവസാന സമയത്ത് ഒരുമിച്ച് നിർത്തി ഈ വിഷയം എത്രയോ മനോഹരമായിട്ട് ഇനിയും പരിഹരിക്കാം. ഈ രാത്രിയിലെ ചർച്ചയിലൂടെ, നമ്മുടെ ചർച്ചയിലൂടെ മാത്രമല്ല ഞാനീ പറഞ്ഞു വരുന്നത്, കേരള സമൂഹം ഈ വിഷയത്തെ നോക്കി കാണുമ്പോൾ പാർട്ടിക്കുള്ളിലെ വളരെ ഏറ്റവും നയപരവും ഏറ്റവും മനുഷ്യത്വപരവുമായ ഒരു ചർച്ചയിലൂടെ പാർട്ടി തന്നെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുകയും ഈ മക്കളുമായിട്ട് ഒരിക്കൽ കൂടി സംസാരിക്കുകയും ചെയ്താൽ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഒരു ആദരവോടുകൂടി തന്നെ എം ലോറൻസ് എന്ന് പറയുന്ന ഒരു സഖാവിന് ഏറ്റവും മനോഹരമായ ഒരു വിടവാങ്ങൽ ചടങ്ങ് അതിന് കേരള സമൂഹം സാക്ഷ്യം വഹിക്കും. പാർട്ടി അദ്ദേഹത്തോട് ഇനിയും ആ ഒരു നീതിപൂർവമായ ഒരു ചടങ്ങിലേക്ക് പ്രവേശിക്കാനുള്ള സമയം ഇനിയും അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്താരീതികളും പകപോക്കലുകളും രാഷ്ട്രീയപരമായ അവകാശങ്ങളെക്കാൾ കൂടുതൽ മക്കളുടെ അവകാശങ്ങളാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന രീതിയിൽ മക്കളെ തന്നെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു വേദി കൂടി ഒരുക്കിയാൽ ഇത് എത്രയോ മനോഹരമായിട്ട് വിഷയം പരിഹരിക്കപ്പെടും. എത്രയോ നല്ല മാതൃക ഈ കേരള സമൂഹത്തിന് ഒരു പാർട്ടിക്ക് നൽകാൻ സാധിക്കും. അത് കോൺഗ്രസ് പാർട്ടി ആകട്ടെ, മാർക്സിസ്റ്റ് പാർട്ടി ആകട്ടെ, BJP പാർട്ടി ആകട്ടെ, ആര് ചർച്ചയ്ക്ക് ഇരുന്നാലും അത്തരത്തിലുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ കൊടിയുടെ നിറങ്ങൾക്കും എല്ലാം അതീതമായ ഒരു മാനവിക ഒരു സ്നേഹത്തിന്റെ പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കേണ്ടതല്ലേ ഇവിടെ ഇനിയും സംഭവിക്കേണ്ടത്. ശരി, നന്ദി ശ്രീ ജോമോൻ ആരക്കുഴ, ഡോക്ടർ ബി ജയരാജ്, ശ്രീ ശ്രീജിത്ത് പണിക്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: എം ലോറൻസിന്റെ മൃതദേഹ തർക്കം പിന്നിൽ BJP എന്ന ആരോപണം ശരിയാണോ? അതെ എന്ന് 38% പ്രേക്ഷകർ, അല്ല എന്ന് 58%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി. ഇതിനകം